എസ് ഇന്ന് ഞായറാഴ്ചയാണ്. സ്വാഭാവികമായും വലിയ തിരക്കുണ്ടാകേണ്ട ദിവസമാണ്. ഇന്ന് ഒരു തിരക്കുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ സന്നിധാനം ഫ്ലൈ ഓവറിൽ സുഗമമായി ദർശനം നടത്തുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ ഈ ഫ്ലൈ ഓവറിന് കഴിഞ്ഞ് 18ാം പടി കയറി ഫ്ലൈ ഓവർ കഴിഞ്ഞിങ്ങനെ എത്തുമ്പോൾ ഒരു തരത്തിലുള്ള തിരക്കുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഇന്ന് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 57,236 ഭക്തരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് 8,000 കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്തൊരു സാഹചര്യമാണ്. പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും ഇന്ന് കുറവുണ്ട്. ഇന്ന് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ശബരിമലയിൽ നിന്നുണ്ടായത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. ദിലീപിന്റെ VIP സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കോടതിയിൽ ഇപ്പോൾ ആ കേസ് ഇരിക്കുകയാണ്. അതിനകത്ത് കർശനമായ നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഹരിവരാസന സമയത്ത് ഒരു ഭക്തനും അത്തരം ഒരു രീതി പാടില്ലായിരുന്നു. അത് തീർത്ഥാടകർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കിയെന്ന് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. എന്തായാലും വലിയ വർധനവ് വരുമാനത്തിലും ഉണ്ടായി എന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. അപ്പം, അരവണ എന്നിവ ഉള്ള സാമഗ്രികളുടെ കാര്യത്തിലും വലിയ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുഗമമായ തീർത്ഥാടന കാലം ഇത്തവണ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ചാരിതാർത്ഥ്യം ദേവസ്വം ബോർഡിന് യഥാർത്ഥത്തിൽ ഉണ്ട്. ആത്മവിശ്വാസത്തിൽ മണ്ഡലകാലം എന്നതിൽ 23ാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ പ്രശ്നമായിട്ടുള്ളത് ദിലീപിന്റെ VIP സന്ദർശനവും ഒപ്പം തന്നെ മറ്റുമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ 23ാം ദിവസവും കടന്നു പോകുന്നു. താങ്ക് യു അഭിനന്ദ്.